തിരുവനന്തപുരം കാട്ടാക്കടയ്ക്കടുത്ത് കട്ടയ്ക്കോട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വില്ലിടുംപാറയ്ക്ക് പോകുന്ന വഴിയിൽ ഷിനുവിൻ്റെ വീട്ടിലാണ് വലിയൊരു മോഷണം നടന്നിരിക്കുന്നത്. ഏകദേശം 70 പവൻ്റെ സ്വർണമാണ് കള്ളൻ കട്ടുകൊണ്ടുപോയത്. ഞങ്ങൾ ഓടി ഏകദേശം 1.5 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തി. ഡോഗ് സ്ക്വാഡിലെ ആ സ്മാർട്ടായിട്ടുള്ള സ്നിഫർ ഡോഗിന് കറക്റ്റായിട്ട് ഒരു റൂട്ട് കിട്ടിയതുപോലെ പോലീസും അത് സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ 5:30 വൈകിട്ട് പള്ളിയിൽ പോയതായിരുന്നു. ഞാനും അമ്മയും മക്കളും ഹസ്ബൻഡുമായിട്ട്. അപ്പോൾ ഹസ്ബൻഡാണ് ലാസ്റ്റ് വീട്ടിൽ നിന്ന് വന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിന്നൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ 9:30 ഞാൻ വീട്ടിൽ വന്നതാണ്. ഞാനും അമ്മയും കൂടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഡോറിലൊക്കെ ചെറിയ കത്തി കൊണ്ടാൽ തന്നെ കുത്തിയ പാട് കണ്ടു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വില്ലിടുംപാറയ്ക്ക് പോകുന്ന വഴിയിലാണ്. നമ്മുടെ തൊട്ട് മുമ്പിൽ ഫിംഗർ പ്രിൻ്റ്, ഫോറൻസിക്, അതുപോലെ ഡോഗ് സ്ക്വാഡ് ടീമൊക്കെ ഉണ്ട്. ഈ സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു വീടാണിത്. ഇവിടെയാണ് ഇന്നലെ ആ മോഷണം നടന്നിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ സ്ഥലവും ഇവരെയും ഒക്കെ നന്നായി അറിയുന്ന ആരെങ്കിലും ആവണം എന്നാണ്. ക്രിസ്മസിൻ്റെ തലേദിവസം അവർ പോകുന്ന പള്ളിയിൽ ഏതാണ്ട് ചെറിയ കലാപരിപാടികളും തുണ്ടെടുക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് കുടുംബം ഒന്നാകെ ഏകദേശം 5:30-6 മണിയോടെ ഇവിടെ നിന്ന് പോയത്. അവർ പിന്നെ 9:30 അതിലേതാനും പേർ തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് മുൻവശത്തെ വാതിലിൽ പാര കൊണ്ട് കുത്തിയതുപോലുള്ള അടയാളങ്ങൾ. പിന്നിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ വാതിൽ പാളി കുത്തി തുറന്ന് അകത്ത് കിടന്ന കള്ളൻ അലമാരയിലിരുന്ന സ്വർണങ്ങൾ, പാൻ കാർഡ്, അതുപോലെ ATM കാർഡ്, പേഴ്സ് മുതലായ സംഗതികളൊക്കെ എടുത്തു പോയിരിക്കുകയാണ്. അയലത്തെ അവരുടെ തന്നെ അനുജത്തിയുടെ വീട്ടിലെ സ്വർണം മുതലും ഇവിടെ കൊണ്ട് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ വീട് പണി നടക്കുന്ന കാരണമായിരുന്നത്രേ അതും കൂടി ഇവിടെ കൊണ്ടുവച്ചത്. ഏതായാലും ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം 70 ലക്ഷത്തിന് പുറത്ത് ആണ് ഇവർക്കിപ്പോൾ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് എങ്ങനെയാണ് നടന്നതെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ പള്ളിയിലായിരുന്നു. പള്ളിയിൽ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴാണ്. ഒരു സെക്കൻഡ്, നമ്മുടെ സ്വർണം നഷ്ടപ്പെട്ട ഈ വീട്ടിലെ ഉടമസ്ഥ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവരാണ് ഇന്നലെ 9:30 മണിക്ക് ഈ വീട്ടിലേക്ക് ഇതുപോലെ തിരിച്ചെത്തുമ്പോൾ ഫ്രണ്ട് വാതിലൊക്കെ പാര കൊണ്ട് കുത്തിയതുപോലെയൊക്കെ കിടന്നത് കാണുന്നത്. വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവർ ഉടൻ തന്നെ ഫോൺ വിളിച്ച് പരിചയക്കാരെയും മറ്റും ഇവിടേക്ക് വരുത്തുകയായിരുന്നു. ഈ മുറിയിലായിരുന്നു ആ അലമാര ഉണ്ടായിരുന്നത്. ഈ സംഭവം എപ്പോഴാണ് നടന്നതെന്ന് അറിയില്ല. ഞങ്ങൾ എല്ലാം ഇവിടെ, എൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങളെല്ലാം പള്ളിയിലായിരുന്നു. അപ്പോൾ പള്ളിയിൽ പുള്ളിക്കാരൻ്റെ വൈഫ് ഇവിടെ നിന്ന് ഓടി വരുന്നത് പറയുന്നു, ഇതുപോലെ വീട്ടിലാരും കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പള്ളിയിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ കതവ് കുത്തി തുറക്കാൻ നോക്കിയിരിക്കുന്നു. ഒരു കതവ് തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട്. ഈ ഗേറ്റ് തുറന്നിടക്കായിരുന്നോ? ഈ ഗേറ്റ് പുള്ളിക്കാരി വന്ന് തുറന്നതാണ്. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടോ നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് സംഭവം അറിയില്ല. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഈ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. ഇല്ല, ഇതുവരെ ഈ ചെറിയ ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെ ഇങ്ങനെ ഒരു വലിയ മോഷണം ആദ്യമായിട്ടാണ് എൻ്റെ ഈ 49 വയസ്സിനിടയിൽ. വില്ലിടുംപാറ കാട്ടാക്കടയ്ക്ക് 2 കിലോമീറ്റർ മുമ്പിൽ. കാട്ടാക്കടയിൽ നിന്ന് 2 കിലോമീറ്റർ അകത്ത്. ഓക്കെ, ഇതിപ്പോ എത്ര പവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അറിയോ? അങ്ങനെ അതൊക്കെ നമുക്ക് അറിയില്ല. 60-ന് മേളിലുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ജോലി? പുള്ളിക്കാരൻ സ്കൂളിൽ ക്ലർക്കാണ്. ഇവിടെ കല്യാണം വല്ലതും അടുത്ത് നടന്നാണോ? അടുത്ത് അവരെ അനിയത്തിയുടെ വീട് പാലുകാച്ച്. അല്ല, വീട്ടിലൊക്കെ ഇപ്പോൾ 1 ലക്ഷത്തിന് പുറത്ത് വില വരുന്നതാണ് ഈ സാധനം. അപ്പോൾ അത് ഈ 60 പവൻ വീട്ടിൽ വെച്ചേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ചിന്തിക്കുക കല്യാണം എന്തെങ്കിലും നടന്നിട്ടുള്ളതാണ്. 3 പേരുടെ, അതായത് 2 മക്കളുടെയും അവിടുത്തെ ആ ചേച്ചിയുടെ, അവരുടെ 3 ഓർണമെന്റ്സ് ഇവിടെയാണ്. അങ്ങനെയുള്ളതാണ്. നല്ല സ്വർണ്ണം ഉണ്ടായിരുന്നില്ല, നഷ്ടപ്പെടുത്തിയിട്ടില്ല. അമ്മയുടെ 3 പേരുണ്ട്. പുള്ളിക്കാരുടെ അമ്മയുടെ ഇവിടെ ഒന്നും CCTV ഒന്നുമില്ല. അതുകൊണ്ട് അവിടേക്ക് ഉണ്ട്. ആ വീട്ടിനകത്തൊക്കെ കിട്ടും. ആ വീട്ടിലുണ്ട്. വീടിനകത്ത് മാത്രമേ കിട്ടൂ. ആ വീട്ടിലുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ റോഡ് അവരുടെ ഒരെണ്ണം വർക്കിംഗ് അല്ല. എന്തായാലും ഈ മതിൽ ഒരു പക്ഷെ ചാടിക്കിടക്കാനോ അവന് കഴിഞ്ഞിട്ടുണ്ടാവണം അതുവഴിയൊക്കെ, അല്ലേ? മതിൽ അല്ലെങ്കിൽ ചാടി കിടക്കണം. അപ്പൊ അവിടെ കൂടെ വേണമെങ്കിൽ അകത്ത് കയറിപ്പോ. ഈ മതിലിന്റെ എൻഡിൽ കൂടെ അകത്തോടെ ഇറങ്ങും. അതുവഴി കയറിപ്പോ. അവിടെ മതിൽ അങ്ങോട്ട് മതിലില്ല. അവിടെ കുറച്ച് പേര് അങ്ങോട്ട് പോയാൽ കാണാം. ഈ റോഡ് അങ്ങോട്ട് പോകുന്നതാ? ധാരാളം ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. കൂടുതലും പള്ളിക്കാരും പരിസരവാസികളും ഒക്കെ തന്നെയാണ്.
ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷൻ മൂഡിലായിരുന്നല്ലോ ആ ഗ്രാമം മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇതുപോലുള്ള ഒരു വലിയ നഷ്ടം ഒരു വീട്ടിന്, അതും ആ പള്ളിയിലെ പ്രധാനികൾക്ക്, വിശ്വാസികൾക്ക് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ പ്രാർത്ഥന നടക്കുന്ന സമയം, ആ സമയം മുതലെടുത്തുകൊണ്ട് കള്ളൻ അവൻ്റെ പരിപാടിക്കായി അവൻ ഇവിടെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. ഉശിരനായ, വളരെ സ്മാർട്ടായിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള ഒരു സ്നിഫർ ഡോഗാണ്. അവനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ തന്നെ പറ്റുന്നില്ല. വലിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ആ ദൗത്യം അവൻ നിർവഹിക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ സ്നിഫർ ഡോഗിനെ കൊണ്ട് അവിടെ ഈ കള്ളൻ കൈവച്ചു അല്ലെങ്കിൽ സ്പർശിച്ചു എന്ന് തോന്നുന്ന ഏതാനും വസ്തുക്കളിൽ അതിൻ്റെ സ്മെല്ല് കൊടുക്കുന്നുണ്ട്. നമുക്കത് ദൂരെ നിന്ന് കാണാം, പക്ഷേ ക്യാമറ കണ്ണിൽ അത് കിട്ടിയില്ല. മാത്രമല്ല അത് പകർത്താൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് ഇതിൻ്റെ ഇടതുവശത്തുള്ള വീട്ടിൻ്റെ പിൻവശത്തോടുകൂടി പിന്നിലേക്ക് പോകുന്ന സ്ഥലത്ത് അവൻ പാഞ്ഞോടി. അതിൻ്റെ പിന്നാലെ ഓടിച്ചെല്ലാൻ നമുക്കും വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. ധാരാളം പോലീസുകാർ ഒപ്പമുണ്ടായിരുന്നു. എങ്കിലും ഞാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേരും ആ സ്ഥലത്തേക്ക് പോവുകയാണ് അവൻ്റെ പിന്നാലെ. തൊട്ടടുത്തെവിടെയെങ്കിലും നിൽക്കുമെന്ന് കരുതി, പക്ഷേ അങ്ങനെയല്ല. വളരെ ദൂരേക്ക് ഞങ്ങളെല്ലാം ഓടിച്ച് അവൻ മുൻപേ ഓടുകയാണ്. 2 പേര് ചെയിൻ ഹോൾഡ് ചെയ്തതിനൊക്കെ അവനെ പിടിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പിന്നാലെ ഓടേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇതുവഴിയാണ് ഒരുപക്ഷെ കള്ളൻ വന്നതും പോയതും എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ സ്ഥലത്തൂടെ ഒരു ഓപ്പണിംഗ് ഏരിയ ഉണ്ട്. ഈ തൊട്ടു പിന്നിൽ കാണുന്ന വീടാണ് ഈയിടെ പാലുകാച്ച് നടന്നത്. നമുക്ക് ബൈറ്റ് തന്ന ആ സഹോദരിയുടെ അനുജത്തിയുടെ വീടാണ്. അവരുടെ കുടുംബ വീട്ടിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. നമ്മൾ തിരക്കുമ്പോൾ ഈ നാട്ടിലെ അത്യാവശ്യം കാശുള്ള ഒരു കുടുംബം തന്നെയാണ് അവരുടേത്. 2-3 പേരുടെ സ്വർണം ഒരിടത്ത് സൂക്ഷിക്കാൻ കൊണ്ടുവച്ചതായിരുന്നു. എങ്ങനെ ഇത് വളരെ വ്യക്തമായിട്ട് ഇന്ന റൂമിൽ തന്നെ, ഇന്ന അലമാരയിൽ തന്നെ സംഗതി ഉണ്ടായിരുന്നു എന്ന് കള്ളൻ മനസ്സിലാക്കിയെന്നറിയില്ല. മാത്രമല്ല ഈ അലമാര കുത്തി തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ അലമാരയിൽ നിന്ന് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ സ്വർണം നഷ്ടപ്പെട്ട നമ്മുടെ സംസാരിച്ച സഹോദരി പറഞ്ഞത് പൂട്ടിയ താക്കോല് അതിൻ്റെ സമീപത്ത് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കള്ളന് ഈസി ആയിട്ട് താക്കോല് കണ്ടുപിടിക്കാൻ പറ്റി. അവൻ അത് തുറന്നെടുത്തു. വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ATM കാർഡുകൾ ഒക്കെ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവധിയാണ്, ക്രിസ്മസിൻ്റെ അവധിയാണ്. അപ്പോൾ ബാങ്കിനെ വിളിച്ച് പറയാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഫോൺ നമ്പർ വച്ചിട്ട് കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാർഡുകളെ, ATM കാർഡുകളെ ബ്ലോക്ക് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഇവൻ മണം പിടിച്ച് ഓടിപ്പോയ വഴിയാണ് പോകുന്നത്. ഇവിടെ എങ്ങും കാണാനില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എല്ലാം വിജനമായി. ഇതുവഴിയാണ് പോലീസും ഡോഗും ഒക്കെ ഓടിപ്പോയത്. നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. കുറേ ദൂരം ഞാൻ നടന്നാണ് ഏകദേശം ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 300 മീറ്ററോളം ഞാൻ നടന്നു തന്നെ ഈ ഭാഗത്തേക്ക് വന്നു. ഇവിടെ എങ്ങും അവരെ കാണുന്നില്ല, പോലീസിനെയും കാണുന്നില്ല, ഡോഗ് സ്ക്വാഡിലെ ഡോഗിനെയും കാണുന്നില്ല. എന്തായാലും തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടി. ഞങ്ങളങ്ങനെ ഡോഗ് പോയ വഴിയെ പോവുകയാണ്. ഡോഗ് എവിടം വരെ പോയി നമുക്ക് നോക്കണം. ഇവിടെ ഈ ജംഗ്ഷനിൽ വന്നിട്ട് അത് റൈറ്റ് സൈഡിലേക്ക് ഓടി എന്നാണ് പറഞ്ഞത്. എല്ലാവരും ആ ഭാഗത്തേക്ക് ഓടിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ വണ്ടിയും അങ്ങോട്ട് തന്നെ പോവുകയാണ്. അവിടെ അങ്ങ് ദൂരെ നമുക്ക് കാണാം, ഇടതുവശത്ത് ഒരു ചതുപ്പ് പോലുള്ള സ്ഥലമാണ്. ഈ മൺതടം കഴിഞ്ഞ് വാഴയുടെ ഭാഗത്തൂടെ ഇടയിലൂടെ നടന്ന് അപ്പുറത്ത് ദിക്കിൽ കയറണം. എന്തായാലും നമ്മൾ ഇതുവഴി പോകുന്നില്ല. ഡോഗ് മറുവശത്ത് പോയ സ്ഥലത്ത് പോകാൻ നമ്മൾ തിരികെ ഈ വണ്ടി പോകുന്ന വഴി തന്നെ പോവുകയാണ്. അക്കരെ ഒരു സ്ഥലത്താണ് ഡോഗ് ഓടിപ്പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആ സ്ഥലത്തേക്ക് ചേട്ടൻ്റെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ ഈ വില്ലിടുംപാറ താമസിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഈ അടുത്ത് ചെറിയ കോളനിയൊക്കെ ഉണ്ട്. ഇവൻ ആ ചതുപ്പും
വാഴത്തോട്ടവും ഒക്കെ താണ്ടി വന്ന് നിൽക്കുന്ന സ്ഥലം ദേ ഇവിടെയാണ്. ഇവിടെ ഡോഗുണ്ട്. അവൻ അവിടം വരെ വന്ന് ഓട്ടം നിർത്തി. പോലീസുമൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സ്ഥലത്ത് 1-2 സിഗരറ്റ് കുറ്റിയൊക്കെ കിടക്കുന്നുണ്ട്. മറ്റൊരു തെളിവും ആ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. ആ മതിലിൽ കാണുന്ന വീട്ടിൽ CCTV ഉണ്ട്. പക്ഷെ അത് ചോദിച്ചപ്പോൾ CCTV കട്ടാക്കിയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഡോഗ് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലീസും നാട്ടുകാരും ഒക്കെ തിരഞ്ഞു. ഒന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവിടെയാണ് ഡോഗ് നിന്ന് കറങ്ങുന്നത്. ആ സ്ഥലത്ത് സിഗരറ്റിൻ്റെ കുറ്റി കിടക്കുന്നുണ്ട്. അത് കള്ളൻ ഉപയോഗിച്ചതാണോ എന്നൊന്നും അറിയില്ല. മറ്റ് എവിഡൻസുകളൊന്നും ഇവിടെ നിന്ന് കിട്ടിയതായിട്ടില്ല. പക്ഷേ ഉള്ളത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നിടത്ത് ഏകദേശം 3 വീട്ടിൽ CCTV ഉണ്ട്. ആ CCTV പരിശോധിക്കാൻ പോലീസ് ഇപ്പോൾ പറയുന്നത് നമുക്ക് കേൾക്കാനാകും. ഇതുവഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വാഴത്തോട്ടവും പണയും ഒക്കെ കടന്ന് ഡോഗ് വന്നത്. ഇതുവഴിയാണ്, ആ മൺപാത വഴിയാണ്. എന്നിട്ടിവിടെ വന്ന് കയറുകയായിരുന്നു. പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവാനും ചാൻസ് ഉണ്ട്. ആരെങ്കിലും വാഹനവുമായി ഇവിടെ നിന്ന് ഈ സ്വർണവും കട്ടെടുത്ത് വന്ന കള്ളനെ കടത്തിക്കൊണ്ട് പോയോ എന്നും അറിയില്ല. എന്തായാലും കള്ളനിലേക്ക് എത്താൻ പോലീസിന് വളരെ വേഗം സാധിക്കും എന്നാണ് അനുമാനം. ചോദിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് മുന്നേ അങ്ങ് വണ്ടി എടുത്തോണ്ട് പോയി. 1 മണിക്ക് പകല് സ്കൂട്ടറാണ്. ബൈക്ക് രൂപം ഇത്തിരി പൊക്കം കുറഞ്ഞിട്ട് തടിച്ചു പോയ ആളാണ്. അത് 2-3 ദിവസത്തിന് മുമ്പ് എവിടെ ഇന്നാന്ന് അറിയുന്ന. നിങ്ങൾ ആ പള്ളിയിലാണോ പോണത്? ഇല്ല, നമ്മള് കട്ടയ്ക്കോടെ. ഇത് ഇവര് പോകുന്ന പള്ളി ഏതാ? ഇവര് RC. അവിടെ ആളില്ലേ? ആളില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞത്? എന്തോന്ന് അറിഞ്ഞത്? അവര് വന്നപ്പോഴറിഞ്ഞു. ഇന്നലെ. ഇപ്പോഴത്തെ കാര്യം ആളില്ല എന്ന് പറഞ്ഞു. ഒന്നും രണ്ടുമല്ല, 70 പവൻ്റെ സ്വർണമാണ് നഷ്ടമായിരിക്കുന്നത്. ഇന്നത്തെ റേറ്റ് 1 ലക്ഷം കടന്നു എന്നാണ്. 1 പവൻ 1 ലക്ഷം കടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ നിലയ്ക്ക് ശരിക്കും ഈ സ്വർണം വീടുകളിൽ സൂക്ഷിക്കുന്നവർ, കഴുത്തിലൊക്കെ 5ഉം 10ഉം പവനൊക്കെ ഇട്ട് നടക്കുന്നവർ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ജീവൻ അപായപ്പെടുത്താൻ കാരണമാകും ഇത്തരം വസ്തുക്കൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി ലക്ഷ്യമിട്ട് പുറത്ത് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അവർ ഒരുപക്ഷെ നമ്മളോടൊപ്പം ഉണ്ടാവും. തിക്കിലും തിരക്കിനും ഇടയിലും അവരുടെ സാന്നിധ്യമുണ്ടാവും. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലമാണിത്. ഇന്നലെ ആ ഒരു സമയം കള്ളൻ തിരഞ്ഞെടുത്തതിനും ഒരു കാരണമുണ്ട്. ഈ ഭാഗത്തും ഈ പരിസരത്തും ഉള്ളവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആ പള്ളിയിലെ വിശ്വാസികളാണ്. അവർ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്താണ് ഇത് നടന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾ കീ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കീ ലോക്കിലൊന്നും വേറെ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തുറന്നകത്ത് കയറിയപ്പോഴത്തേക്ക് 1-2 റൂമിൽ ലൈറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് കിടക്കുന്നത് കൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞ ഒരു അസ്വാഭാവിക തോന്നി. ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കാണ് അലമാര തുറന്നതും ഡ്യുവൽ ബോക്സ് ഒരെണ്ണം താഴെ കിടന്നു, കുറേ പേപ്പേഴ്സൊക്കെ താഴെ കിടന്നു. അങ്ങനെ ഞങ്ങൾക്ക് സംശയം തോന്നി. എന്നിട്ട് അകത്തോട്ട് നമ്മൾ ഹാളിലോട്ട് പോകുന്ന ഡോർ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇതിൽ പിന്നെ ആരും വന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിരുന്നു. ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഞങ്ങൾ പുറത്തിറങ്ങുമായിരുന്നു. പിന്നെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചു.
അതിനുശേഷമാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരും ചേട്ടന്മാരൊക്കെ വന്നാണ് ഇവിടെ ഞങ്ങൾ തുറന്ന് നോക്കിയതൊക്കെ. അവർ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഹാളിലുള്ള ഡോർ ഓപ്പൺ ആയിരുന്നെന്ന് അവർ ആ വഴിക്കാണ് കയറിയെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞത്. ഏകദേശം എത്ര മണിക്കായിരുന്നു ഈ സംഭവം നടന്നത്? ഞങ്ങളുടെ ഒരു കസിൻ ഒരു ചേട്ടന് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഫ്രണ്ടിൽ ലൈറ്റ് ഇല്ലായിരുന്നു ഇവിടുത്തെ ഈ സീരി സെറ്റിലുണ്ടെന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ചേട്ടൻ പള്ളിയിൽ 7 മണിക്ക് വന്നപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു. പിന്നെ അത് കുർബാന കഴിഞ്ഞ് തിരിച്ച് 9 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് തോന്നുന്ന ഏകദേശം അവർ തിരിച്ചു പോയപ്പോൾ ലൈറ്റ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് സംഭവിക്കാം എന്ന് തോന്നുന്നു. ഞങ്ങൾ 9 പേരോടെയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓരോപ്പണം ഇങ്ങനെയൊക്കെയാണ്. സ്നിഫർ ഡോഗ് നൽകിയ സൂചന അനുസരിച്ച് വീടിൻ്റെ പിൻവശത്തെ ഈ വഴിയിലൂടെ ആവണം കള്ളൻ ഈ ഗേറ്റ് കടന്ന് വന്നത്. ഇവിടെയൊക്കെ ഒളിച്ചിരിക്കാനും മറ്റുമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് താനും. ആരാണ് എന്നറിയില്ല. എത്രയും വേഗം കണ്ടുപിടിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി.